മല്ലികപ്പൂ വസന്തം ചൂടാൻ ആർലഫ് ഫാം ഒരുങ്ങുന്നു. ഓണത്തോടെ ഇക്കുറി ആർലഫ് ഫാം മൊത്തത്തിൽ പൂത്തുലയും. വൈവിധ്യവൽക്കരണത്തിലൂടെ ആർലഫ് ഫാമിന്റെ വരുമാനവും ആദിവാസികൾക്ക് തൊഴിലും ലക്ഷ്യമാക്കി ആർലഫ് ഫാമിൽ നടപ്പിലാക്കുന്ന പൂക്കൃഷിക്ക് തുടക്കമായി. 7 ഏക്കറിലാണ് ഇത്തവണ ചെണ്ടുമല്ലി, ജമന്തി, വാടാർമല്ലി എന്നിവയുടെ കൃഷി ആരംഭിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തവണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ഫാമിന്റെ 8ാം ബ്ലോക്കിൽ കാട്ടാനക്കൂട്ടം, തെങ്ങുകളും കശുമാവുകളും വ്യാപകമായി നശിപ്പിച്ച പ്രദേശമാണ് ചെണ്ടുമല്ലി കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ചുവപ്പും മഞ്ഞയും നിറമുള്ള ചെണ്ടുമല്ലിയും 3 തരത്തിലുള്ള ജമന്തിയുമാണ് ഇവിടെ കൃഷി ചെയ്യുക. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും സൂര്യപ്രകാശം ലഭിക്കാതെ മൂടിക്കെട്ടിയിരിക്കുന്ന അന്തരീക്ഷവും പൂക്കൃഷിയെ പ്രതിസന്ധിയിലാക്കുമെന്ന സംശയത്തിലാണ് അധികൃതർ. എൻ്റെ പേര് പ്രണവ്, ഞാൻ ആർലഫ് ഫാം സൂപ്പറിനാണ്. നമ്മളിപ്പോൾ ഓണം ലക്ഷ്യം വെച്ചിട്ടുള്ള പൂക്കൃഷിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 7 ഏക്കർ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. അതിൽ ചെണ്ടുമല്ലി, വാടാർമല്ലി, ജമന്തി ഈ 3 തരത്തിലുള്ള വെറൈറ്റി പൂക്കളാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ജൂലൈ പകുതിയോടുകൂടെ തന്നെ ഇതിൻ്റെ നിലമൊരുക്കലും കാര്യങ്ങളിലായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ വളമിടിയിലും അതേപോലെ തന്നെ മണ്ണ് കയറ്റി കൊടുക്കലും ഇഞ്ചിങ്ങുമായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ കാരണം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വളമിടുന്ന കാര്യങ്ങളിലും. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പോരാത്ത ഈ മഴ നമ്മുടെ കൃഷിയെ ചെറുതായിട്ടൊന്നും വളർച്ചയിലും മറ്റു കാര്യങ്ങളും ചെറുതായിട്ടും ബാധിച്ചു. പക്ഷേ എന്നാലും നമ്മളതിനെ റിക്കവർ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് 25-28 കൂടി തന്നെ നമുക്കിവിടെ പൂക്കൾ പറിക്കാൻ വേണ്ടി പ്രതീക്ഷയിലാണ് നമ്മൾ. അപ്പോൾ എല്ലാം നമ്മൾ രീതിയായി. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.